എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നായിരുന്നു ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അനാലിസിസും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും ഇത്ര മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്തായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വർഷം തരുമ്പോൾ തന്നെ 1933 എന്നുള്ള വർഷം കാണുമ്പോൾ തന്നെ എന്തോ ഒഴിവാക്കാൻ പറ്റും? ഇവിടുന്ന് ദണ്ഡി മാർച്ച് ഒഴിവാക്കാൻ പറ്റും അല്ലേ? അത് 1930 ദണ്ഡി മാർച്ച് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇതിൽ നിന്ന് കളയാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും 1933. അപ്പോൾ തൊട്ടടുത്ത വർഷം 1934 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നതും ഹരിജനന് വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ ഡിയിലേക്ക് എത്താൻ സാധിക്കും, ഹരിജൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പൂന പാക്റ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂന പാക്റ്റിന് ശേഷമാണ് ഈ അൺടച്ചബിലിറ്റിക്കൊക്കെ എതിരെ വേണ്ടി ഗാന്ധിജി ഈ ഹരിജൻ എന്ന് പറയുന്ന ദളിത് വംശജരൊക്കെ ഹരിജൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നതും ഗാന്ധിജിയാണ്. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് അൺടച്ചബിലിറ്റിക്ക് എതിരെ വേണ്ടി ഗാന്ധിജി ഒരു യാത്ര നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിന് ആധാരമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ യാത്രയ്ക്ക് ഹരിജൻ യാത്ര എന്നാണ് പറയുന്നത്. അതുമായിട്ടാണ് ഗാന്ധിജി കേരളത്തിലൊക്കെ 1934 വരുന്നതും. ഓക്കെ, അപ്പോൾ ആ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ്. അപ്പോൾ വായിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, നിർമ്മിക്കാത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുരാണ കില എന്ന് പറയുന്നത് ഹുമയൂണിൻ്റെ കാലത്താണ്. പിന്നീട് അത് ഷേർഷാ സൂരി വന്നിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടാളുടെ കാലഘട്ടമാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഹുമയൂണിൻ്റെയും ഷേർഷയുടെ കാലഘട്ടമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് അക്ബർ നിർമ്മിക്കാത്തതെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ലാഹോർ കോട്ട, ആഗ്ര കോട്ട, അലഹാബാദ് കോട്ടയൊക്കെ അക്ബറിൻ്റെ ഭരണകാലത്തുള്ളതാണ്. അടുത്തത്, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപം. അപ്പോൾ ഈ വർഷം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കുറിച്യ കലാപമാണ്, കുറിച്യ റിവോൾട്ട്. അത് ആരായിട്ടുമായിരുന്നു? രാമൻ നമ്പി എന്ന് പറയുന്ന ആളായിട്ടായിരുന്നു. അപ്പോൾ കുറിച്യ റിവോൾട്ടിനെ കുറിച്ചാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അടുത്തത്, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്കറിയാം, അയ്യങ്കാളിയാണ്. അടുത്തത്, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് 1991. ഓക്കെ, നമ്മൾ ഫാക്സിൽ പഠിക്കുന്നതാണത്. 1991 ആണ്. ശരിക്കും 1991 ഏപ്രിൽ 18 ഈ പറയുന്ന കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത, രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധ കുറ്റവാളികളെ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടതെന്ന്. ഓക്കെ, ടഫല്ല, നമ്മൾ പഠിക്കുന്നതാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ന്യൂറംബർഗ് ആണ് എന്ത് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 6ൻ്റെ ഉത്തരം ഡി ആണ്. അടുത്ത ചോദ്യം, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞതെന്നാണ്. എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവർ ഇൻ ചെയിൻസ് എന്നാണ് പറയുന്നത്. ആരാണ്? നമ്മൾ പഠിക്കുന്ന തന്നെയാണ്, വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആരാണ്? റൂസോയാണ്. അപ്പോൾ റൂസോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് എന്തായിരുന്നു? പീപ്പിൾ ആർ ദി സോവറൈൻ, ജനങ്ങളാണ് പരമാധികാരം, ജനങ്ങളിലാണ് പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തിൽ വരെ നമ്മൾ എടുത്തിട്ടുള്ള ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ആരതാണ്? ഈ റൂസോൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ സംഭാവന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സ്ലോഗനൊക്കെ ആരതാണ്? റൂസോൻ്റെ ആണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ പറയുന്നതിൻ്റെ ഓദറാണ് ഈ പറയുന്ന സോഷ്യൽ കോൺട്രാക്റ്റ് അഥവാ സാമൂഹിക ഉടമ്പടിയുടെ ഓദറാണ് റൂസോ എന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൂസോ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ബാക്കി വോൾട്ടയർ, മോണ്ടസ്ക്യൂ കൂടെ നിങ്ങളൊന്നും കൂടെ ആ ഭാഗമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അടുത്ത പരീക്ഷക്കാർക്കാണ് കേട്ടോ പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, താഴെ പറയുന്നതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഔദ്യോഗിക ഭാഷയായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 6 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷയായിട്ട്. ഒരു കോഡ് പറയാം. സ്കാർഫ് എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് ആലോചിക്കുക. സ്കാർഫ്, SCARFE, സ്കാർഫ് എന്ന് പറയാം. അതിൽ എസ് എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്, സ്പാനിഷ്. സി എന്ന് പറയുന്നത് ചൈനീസാണ്. എ എന്ന് പറയുന്നത് അറബിക്കാണ്.
ആർ എന്ന് പറയുന്നത് റഷ്യയാണ്, എഫ് എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്, ഇ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക്കൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇല്ലാത്തത് പോർച്ചുഗീസാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 8ൻ്റെ ഉത്തരം ഏതാണ്? ഡി ആണ്. ഔദ്യോഗിക ഭാഷ അല്ലാത്തത് പോർച്ചുഗീസ്. അടുത്ത് നോക്കിയേ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3ൽ ഒന്നല്ലാത്തത് എന്നാണ് ചോദിച്ചത്. 3ൽ ഒന്നല്ലാത്തതാണ്. അപ്പോൾ ഈ പറയുന്ന ഇതിൽ സ്റ്റേറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, നാഗാലാൻഡാണ്. അപ്പോൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഇവർ ജനുവരി 21 ആയിരുന്നു സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ സംസ്ഥാന ദിനമൊക്കെ ആയിട്ട് ആചരിക്കുന്നത്. മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഒരുമിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ 2002മായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയറിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത 10ാമത്തെ, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ദേശീയ ആസൂത്രണ സമിതി. ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ആലോചിക്കുന്നത് 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹരിപുര സെഷൻ നടക്കുന്നത്. ഹരിപുര സെഷൻ, ഈ സെഷൻ്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നതും. 15 അംഗ ഒരു സമിതിയായിരുന്നു ദേശീയ ആസൂത്രണ സമിതി എന്ന് പറയുന്നതും. ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരായിരുന്നു വെച്ചാൽ ഈ ഹരിപുര സെഷൻ്റെ അധ്യക്ഷത വഹിച്ചിരുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ഇതിന് പ്രധാന പങ്ക് വഹിച്ചത്. ഓക്കെ, അപ്പോൾ 10ൻ്റെ ഉത്തരം ബി ആണ്. അടുത്ത നോക്കിയേ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ലാത്തത് എന്നാണ് ചോദ്യം. അതായത് ജിയോ തെർമൽ ഫീൽഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് താതപ്പാനി, നറോറ, പുക, സിംഗ്രൗളി. ഇതിൽ സിംഗ്രൗളി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൽക്കരിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സിംഗ്രൗളി എന്ന് പറയുന്നത് കൽക്കരിയുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ നറോറ എന്ന് പറയുന്നത് ആറ്റോമിക് പവറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതൊക്കെ പവർ പ്ലാന്റ്സ് ആണ്. ഇത് കോൾ പവർ പ്ലാന്റ്, അതേപോലെ കൽക്കരി പാടമൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ നറോറ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ താതപ്പാനി അതേപോലെ തന്നെ പുക എന്ന് പറയുന്നതാണ് ജിയോ തെർമലായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഈ താതപ്പാനി എന്ന് പറയുന്നിടത്ത് നമുക്ക് ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എന്ത് ജിയോ തെർമലായിട്ട് ബന്ധപ്പെട്ടത് ഈ പറയുന്ന താതപ്പാനിയും പുകയുമാണ്. ഓക്കെ, അപ്പോൾ അല്ലാത്ത രണ്ടെണ്ണം നറോറ ആൻഡ് സിംഗ്രൗളിയാണ്. അപ്പോൾ 2ഉം 4ഉമാണ്. 2ഉം 4ഉം എന്ന് പറയുന്ന മാത്രത്തിൽ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നതിൽ എന്തില്ല, ഉത്തരമില്ല. ഈ ചോദ്യത്തിന് ഉത്തരം ഇതിലില്ല കേട്ടോ. ശരിക്കും ഉത്തരം വരേണ്ടത് 2ഉം 4ഉമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അടുത്ത നോക്കിക്കേ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടതെന്നാണ്. അപ്പോൾ പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട മെറ്റമോർഫിക് റോക്സും ഉണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാരന്റ് റോക്കിനെ ഒന്നെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ വഴി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോഴാണ് എന്തായിട്ട് മെറ്റമോർഫിക് റോക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതിൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നീസായിട്ട് തന്നെയാണ് മാറുന്നത്. ഗ്രാനൈറ്റ് നീസായിട്ട് മാറും. മണൽക്കല്ല് അഥവാ സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് സിസ്റ്റായിട്ട് മാറുന്നതാണ്. സിസ്റ്റായിട്ടല്ല മാറുന്നത്, ശരിക്കും ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ക്വാർട്സൈറ്റ് ആയിട്ട് മാറുക. അപ്പോൾ ഇതിൽ തെറ്റായ പൊരുത്തപ്പെടുന്നതെന്ന് പറയുന്നത് ഉത്തരം ഏതാണ്? ബി ആണ് വരേണ്ടത്. 12 ബി ആണ്. ഓക്കെ, സാൻഡ് സ്റ്റോൺ മാർബിളാണ്. ഷെയിൽ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുമ്പോൾ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് മാർബിളാണ്. ഷെയിൽ എന്ന് പറയുന്നത് സ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഈ സിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത് വെച്ചാൽ ക്ലേ ആണ് എന്തുമായിട്ട് സിസ്റ്റായിട്ട് മാറുന്നത്, ഷിസ്റ്റായിട്ട് മാറുന്നത്. സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് 13, സർവേ ഓഫ് ഇന്ത്യ ട്രോപ്പോഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് അങ്ങനെ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക. വെറുതെ നമുക്ക് നെഗറ്റീവ് മാർക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിന് ഉത്തരം വരുന്നത് പോളികോണിക് എന്നാണ്. അടുത്ത് നോക്കി, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ടോ അപ്പോൾ ഏഷ്യൻ രാജ്യത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ അങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ചാൻസ് കുറവാണ്. പിന്നെ സാധാരണഗതിയിൽ ജപ്പാനിലാണ് എപ്പോഴും എന്ത് വരാറ്, ഭൂകമ്പവും അതുപോലത്തെ സുനാമിയും കാര്യങ്ങളൊക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ജപ്പാനിലാണ്. അഫ്ഗാനിസ്ഥാനിൽ
അത്ര വരാറില്ല. കുറച്ച് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ അധികം സുനാമി കാര്യങ്ങളൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ജസ്റ്റ് ഒരു ഗസ് എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഡി ആണ്, കാരണം കൂടുതൽ ജപ്പാനിലാണ് അങ്ങനെ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ജപ്പാനിലേക്ക് പോകാം. അപ്പം ഇതിൻ്റെ ഉത്തരം 14ൻ്റെ ഉത്തരം എന്താണ്? ജപ്പാനാണ്. അടുത്ത ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെ നീളമുള്ള ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കോഴിക്കോട് വരെയാണ് നീട്ടിയിട്ടുള്ളത് അല്ലേ. 15 ഉത്തരം സി ആണ്. അടുത്തത്, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ എന്താണ് ചെയ്യുന്നത്, സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ആദ്യം ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ഫിസ്ക്കൽ പോളിസീൻ്റെ ഒരു സംഭവമാണ് എന്ത്? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നതും അതേപോലെ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് 2 മെത്തേഡുകളാണ്. ഇതിൽ കോൺട്രാക്ഷണറി ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കുക. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും അല്ലേ. പക്ഷേ പൈസയ്ക്ക് വാല്യൂ ഉണ്ടാവില്ല, പക്ഷേ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും. ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് എന്താ പറയാം, ആ ഇൻഫ്ലേഷൻ ഹൈ ആണെന്ന് പറയാം. ആ സമയത്ത് എക്കണോമി ഏകദേശം നല്ല ഒരു ബൂം ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാവുമ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പൈസ കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഡിമാൻഡും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നതനുസരിച്ച് പ്രൊഡക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എക്കണോമിക്ക് അതൊരു മോശമായ രീതിയിലായിരിക്കും ബാധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയ്ക്കണം. ആളുകളുടെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ആ ഒരു ഡിമാൻഡ് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എക്കണോമിയിൽ നിന്ന് പണം കുറയ്ക്കണം. അതായത് ഇൻഫ്ലേഷൻ ആകുമ്പോൾ ഒരുപാട് പണം ഉണ്ടാവും, എക്കണോമിയിൽ ഒരുപാട് പൈസ വന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ പൈസയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ പണം എക്കണോമിയിൽ നിന്ന് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ഓക്കെ, അത് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ് ടാക്സിൻ്റെ ലെവൽ കൂട്ടും അല്ലേ. ടാക്സിൻ്റെ ലെവൽ കൂട്ടുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ പൈസ കുറയും. കാരണം എന്താ? കൂടുതൽ ടാക്സ് അവരടയ്ക്കണം. അവർ ഇൻകം ടാക്സ് ആയിക്കോട്ടെ, എന്ത് ടാക്സ് ആയിക്കോട്ടെ, അവർ ടാക്സ് കൂടുതൽ അടയ്ക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വരുമാനം എന്ന് പറയാം, അവർക്ക് ചിലവാക്കാൻ കയ്യിലുണ്ടാകുന്ന പൈസയുടെ അളവ് കുറയും. അപ്പോൾ ടാക്സ് കൂട്ടണം. ഓക്കെ, അപ്പോൾ ടാക്സ് കൂട്ടണം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നോക്കിയാൽ ടാക്സ് കൂട്ടുന്നത് എവിടെയാണ്? കുറഞ്ഞ നികുതി, ഉയർന്ന നികുതി. ഉയർന്ന നികുതി ഇവിടെ 2 ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ടാക്സ് കൂട്ടുന്ന അനുസരിച്ച് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ ചിലവ് കുറയ്ക്കും അല്ലേ. ഗവൺമെൻറ് ഇതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനും റോഡ് ഉണ്ടാക്കാനൊക്കെ ചിലവാക്കുന്ന പൈസയുടെ ആ അളവും കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് പൈസ കുറയ്ക്കുന്നത് അനുസരിച്ച് എന്താണ്? ആ രീതിയിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയാൻ സാധിക്കും. വളരെ പതിയെ ഡിമാൻഡ് കുറയും. അപ്പോൾ 2 കാര്യങ്ങളാണ്. എന്താണ്? സർക്കാരിൻ്റെ ചിലവ് കുറയ്ക്കും, അതുപോലെ തന്നെ നികുതി കൂട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം 16ൻ്റെ ഉത്തരം എന്തായിട്ട് വരണം? സി വരണം അല്ലേ. 16ൻ്റെ ഉത്തരം സി ആണ്. ഇതിന് അടുത്ത സംഭവം എന്താണ്? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. അതും കൂടെ ഞാൻ ഒന്ന് പറയാം. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സമ്പദ് വ്യവസായം നമ്മുടെ എക്കണോമി വളരെ സ്ലോ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക. എക്കണോമി വളരെ സ്ലോ ഡൗൺ ആണ്. സ്ലോ ഡൗൺ മീൻസ് അവിടെ തൊഴിലില്ലായ്മ വളരെ കൂടി, അതായത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ അളവ് കൂടി, ആളുകൾ പൈസ ചിലവാക്കുന്നില്ല, പൈസ ആൾക്കാരുടെ അടുത്ത് അധികം ഉണ്ടാവില്ല, അപ്പോൾ ചിലവാക്കുന്നില്ല, ബിസിനസ്സുകളാണെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ സ്ലോ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തത്തിൽ ഒരു മോശം അവസ്ഥയാണ് സ്ലോ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യും ഗവൺമെൻറ്? അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? എക്കണോമിക്ക് ഊർജ്ജം നൽകണം അല്ലേ. ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ട്, അതായത് എക്കണോമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണം. ഭയങ്കര സ്ലോ ഡൗൺ നിൽക്കുന്ന, അപ്പോൾ ഈ പറയുന്ന എക്കണോമിക്ക് ഒരു ഊർജ്ജം നൽകണം. അത്തരത്തിൽ ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് ലെവൽ കുറയ്ക്കും. ഓക്കെ, ടാക്സ് ലെവൽ കുറയ്ക്കുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ ചിലവാക്കാനുള്ള പൈസേൻ്റെ അളവ് കൂടും അല്ലേ. ടാക്സ് ലെവൽ കുറയ്ക്കുമ്പോൾ തന്നെ ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് കയ്യിൽ കൂടും അല്ലേ. നമ്മുടെ ചിലവാക്കാനുള്ള പൈസ ആളുകളുടെ കയ്യിൽ കൂടും. ഓക്കെ, അപ്പോൾ ചിലവാക്കാനായിട്ട് എന്ത് ചെയ്യും? ആളുകൾക്ക് പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ചിലവ് കൂട്ടും. ചിലവ് കൂടുതൽ ചിലവാക്കും അല്ലേ. ചിലവ് കൂട്ടും എന്ന് പറയാം. അപ്പോൾ ടാക്സ് ലെവൽ കുറയ്ക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടാവും. ഗവൺമെൻറ് എന്തെങ്കിലും ചിലവ് കൂട്ടും. ചിലവ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ റോഡ് പണിയുക, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൂടുതൽ പണിയുക, അതിനൊക്കെ വേണ്ടി കൂടുതൽ പൈസ ഗവൺമെൻറ് ചിലവാക്കും. അപ്പോൾ
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഗവൺമെൻറ് കൂടുതൽ പൈസ ചിലവാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ കൂടുതൽ ജോലികൾ സൃഷ്ടിക്കപ്പെടും, അവർക്ക് കിട്ടുന്ന ശമ്പളം കൂടും, അല്ലേ? കൂടുതൽ വേതനം ഒക്കെ കൂടുതലൊക്കെ വരും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ വരും, അല്ലേ? ഗവൺമെൻറ് കൂടുതൽ പൈസ ഇറക്കുമ്പോൾ എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ പമ്പ് ചെയ്യാൻ വരും. ഓക്കെ, ആ രീതിയാണ് എന്ത് പറയുന്നത്? എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഈ പമ്പ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് വെച്ചാൽ ടാക്സ് ലെവൽ കുറയും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടും. ഈ രണ്ട് രീതിയിലാണ് കൂടുതൽ പൈസ ഇവിടെ ചെയ്യുന്ന എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യുന്നത്. എന്തിനാണ് പമ്പ് ചെയ്യുന്നത്? ഈ സ്ലോ ഡൗൺ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി പോളിസിൻ്റെ സമയത്ത് ടാക്സ് ഡിക്രീസ് ചെയ്യണം, അല്ലേ? ടാക്സ് കുറയ്ക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ത് ചെയ്യണം? കൂട്ടണം, അല്ലേ? ടാക്സ് കുറയ്ക്കണം, ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടണം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ പറയുന്ന സങ്കോചപരമായ ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഫാക്ടർ ചെലവിൽ GDP ഏതിന് തുല്യമാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ഓപ്ഷനിൽ ഡിപ്രിസിയേഷൻ, മൂല്യത്തകർച്ച എന്ന് തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ. അപ്പോൾ നമുക്കറിയുന്നത് എന്താണ്? നെറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് മൈനസ് ഡിപ്രിസിയേഷൻ എന്നാണ്, അല്ലേ? അതായത് നെറ്റ് എന്ന് പറയുന്ന സാധനം വരണം, അതിവിടെ എവിടെയും വന്നിട്ടില്ലല്ലോ, ഇവിടെയൊക്കെ ഗ്രോസ് മാത്രമേ ഉള്ളൂ, GDPയിൽ ഗ്രോസ് മാത്രമേ ഉള്ളൂ, ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിയും ഡിയും എന്തായാലും വരത്തില്ല, നമുക്ക് ഉറപ്പിക്കാം. പിന്നെ നമ്മൾ എയും ബിയും മാത്രം നോക്കിയാൽ മതി. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഓക്കെ, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇതിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് പഠിക്കുന്നത്, അല്ലേ? ലാൻഡ്, ലേബർ എന്നൊക്കെ പറയുന്നത് 4 പഠിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചിലവാകുന്ന പൈസയ്ക്കാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴുള്ള വിലയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ കടയിൽ പോയി സാധനം മേടിക്കുന്നത് മാർക്കറ്റ് പ്രൈസിലാണ്. അതിൽ ഓൾറെഡി അതിൻ്റെ മേലെ എന്തുണ്ടാവും? ഗവൺമെൻറ് ഒരു ടാക്സ് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും, ഇൻഡയറക്റ്റ് ടാക്സ്. ആ പാക്കറ്റിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയാണ് ടാക്സ്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് പ്രൈസിൽ എന്തുണ്ട്? ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം, അല്ലേ? കുറയ്ക്കുമ്പോൾ മാത്രമേ ഫാക്ടർ കോസ്റ്റിലേക്ക് പോകുള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫാക്ടർ കോസ്റ്റ് കിട്ടുള്ളൂ. ആ രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കണം, സബ്സിഡി പ്ലസ് ആയിരിക്കണം. കാരണം ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കർഷകന് ഒരു സാധനം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വളം കൊടുക്കുമ്പോൾ സബ്സിഡിയിലാണ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓൾറെഡി അതെന്ത് ചെയ്യും? അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ അത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആക്കുക. ആ രീതിയിലെങ്കിലും ആലോചിച്ച് വയ്ക്കുക, അല്ലേ? കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് പ്രൈസിൽ ഓൾറെഡി ടാക്സ് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചുള്ള വാല്യൂ ആണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് ആയിരിക്കും. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് ആലോചിക്കാൻ വളരെ ഈസി ആയിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് ആകുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ ആലോചിച്ച് വയ്ക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അറ്റ പരോക്ഷ നികുതി എന്നാണ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്നാണ്. ഓക്കെ, മൈനസ് സബ്സിഡി എന്നാണ് എന്ത് പറയുന്നത്? അതായത് ഈ പറയുന്ന ടേമിൻ്റെ ഒരു വാല്യൂ ആണ്, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, അത് കൺസിഡർ ചെയ്യേണ്ട. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും സബ്സിഡിൻ്റെയും ഒരു ഡിഫറൻസിനെയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിൻ്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ ഈ ഇക്വേഷൻസിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം എ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ സാധനം കിട്ടി, ജസ്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് എന്ത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് നോക്കുക, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നാണ് ചോദ്യം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അപ്പോൾ ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന സംഭവം ഇത് വരുന്നത് മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ച്, മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ചാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് സാധനം വരുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം 1999 ഈ പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വരുന്നത്. പിന്നീട് 2000 ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുകയാണ്. ഒരു നിയമം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു നിയമം വഴി കിട്ടുന്ന ഒരു അധികാരമാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് 2000 ആവുന്നത്. അപ്പോൾ ഈ 1999 വന്ന സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പഞ്ചവത്സര സമയത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? ഈ പറയുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. 18ൻ്റെ ഉത്തരം ബി ആണ്. അടുത്ത് നോക്കിയേ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ ശ്രം പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്? ഇ ശ്രം പോർട്ടൽ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇ ശ്രം പോർട്ടൽ എന്ന് പറയുന്നത് നാഷണൽ ഡാറ്റാബേസ് ഓഫ് അൺഓർഗനൈസ്ഡ് ലേബറേഴ്സ് ആണ്. അപ്പോൾ അസംഘടിത തൊഴിലാളികളുടെ സാധനമാണ് അല്ലേ. അപ്പോൾ ഇവിടെ തൊഴിലാളികൾ എന്ന് ഓൾറെഡി ഇവിടെ ഉത്തരത്തിലുണ്ട്, മീൻസ് ചോദ്യത്തിലുണ്ട്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത് ഏതായിരിക്കും? അപ്പോൾ ലേബർ ആയിരിക്കണം അല്ലേ, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം ആയിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് നിങ്ങൾക്ക് 19D എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇ ശ്രം പോർട്ടൽ ആകുമ്പോൾ ഈ പറയുന്ന ഏകദേശം 38 കോടി അസംഘടിത തൊഴിലാളികളാണ് ഈ പറയുന്ന പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർക്കൊരു ഇ ശ്രം കാർഡ് എന്ന് പറയുന്ന കാർഡ് കിട്ടും. അത് 12 ഡിജിറ്റുള്ള ഒരു യുണീക്ക് നമ്പറാണ് അവർക്ക് കിട്ടുന്നത്. ഏകദേശം ഇതിൽ ഈ പറയുന്നതിൽ രജിസ്റ്റർ ചെയ്യാൻ യോഗ്യതയുള്ള ആൾക്കാർ 16 മുതൽ 59 വയസ്സ് വരെയുള്ള അസംഘടിത തൊഴിലാളികളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്ത നോക്കിയാൽ ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. അപ്പോൾ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടാണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് മോണിറ്ററി പോളിസി. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയും എന്താണ് മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്ററി ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ബാങ്ക് റേറ്റ്, അതേപോലെ ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ എന്ന സാധനം ഇവിടെ ഉണ്ട്. ആ പേര് വായിക്കുമ്പോൾ തന്നെ കിട്ടും. പിന്നെ ഇവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കമ്മി നയം എന്ന് പറയുന്നത്, ധനസഹായം എന്ന് പറയുന്നത് അതെന്താണ്? ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. അത് ഡെഫിസിറ്റ് ഫിനാൻസിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഏതാണ്? ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. അതായത് ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നികുതി നയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബജറ്റിൽ വരുന്ന കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒരു ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് ഏതല്ല പണനയവുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിൽ നിങ്ങൾക്ക് 1ഉം 3ഉം എന്നുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 1ഉം 3ഉം എവിടെ കിടക്കുന്നത്? ബിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ തന്നെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഡെപ്പോസിറ്റുകളുടെ മിനിമം ശതമാനത്തെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ തന്നെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഡെപ്പോസിറ്റുകളുടെ ഒരു മിനിമം ശതമാനത്തിനെയാണ്, അത് ഇത്ര മിനിമം ശതമാനം അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതവർക്ക് ഏതൊക്കെ രൂപത്തിൽ സൂക്ഷിക്കാം എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഗോൾഡായിട്ട് സൂക്ഷിക്കാം, അതുമല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ട്രഷറി ബില്ല്, മനസ്സിലായോ? ട്രഷറി ബില്ല് ഗവൺമെൻറ് സെക്യൂരിറ്റിക്കായിട്ട് അവർക്ക് ഈ പറയുന്ന രൂപത്തിൽ അവർക്ക് അവരുടെ കയ്യിൽ തന്നെ അതിൻ്റെ ഒരു ആ പറയുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു മിനിമം ശതമാനം
അവർ കയ്യിൽ സൂക്ഷിക്കുക. അതിനാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഈ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിറവേറ്റാൻ, അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടാണ് ഇത്തരത്തിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇവർ സൂക്ഷിക്കുന്നത്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഇനി അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബാങ്കുകൾക്ക് സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അതിനുള്ള പെനാൽറ്റി ഇവരെന്ത് ചെയ്യണം, RBIക്ക് നൽകണം. ഓക്കെ, ഇതൊക്കെ RBI ആണ്. അപ്പോൾ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, RBI ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് പറ്റിയില്ലെങ്കിൽ പെനാൽറ്റി RBIയിലേക്ക് അടയ്ക്കണം അവർ. അടുത്തെന്താ പറയുന്നത്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നാണ് പറയുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ കയ്യിൽ പണമില്ലാത്ത ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ബാങ്കുകളുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അത്തരത്തിലൊരു അടിയന്തരമായ സാഹചര്യത്തിൽ വേണമെങ്കിൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, RBIയുടെ കയ്യിൽ നിന്നും വായ്പ എടുക്കാൻ സാധിക്കും. ഓക്കെ, RBIയുടെ കയ്യിൽ നിന്നും വായ്പ എടുക്കുന്നതിനുള്ള ഒരു വഴിയാണ് എന്ത് പറയുന്നത്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ബാക്കി ഈ പറയുന്ന രീതിയിൽ കമ്മി ധനസഹായം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബജറ്റുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കമ്മി എന്ന് പറയുന്നത് ഡെഫിസിറ്റിനെയാണ് നമ്മൾ കമ്മി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് വരവിനേക്കാൾ ചിലവാക്കുന്ന ഒരു സമയം വരികയാണ്. അത് കൂടുതൽ വരുമാനത്തെക്കാൾ ചിലവ് ഉണ്ടാക്കുന്ന സമയം വരുമ്പോഴാണ് എന്ത് പറയുന്നത്, കമ്മി എന്ന് സംഭവം. കമ്മി എന്ന് പറയുന്നത് അഥവാ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അടുത്ത പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ചെലവ് വരുമാനത്തേക്കാൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായി വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെലവ് കൂടുതലാകുമ്പോൾ അതിൻ്റേതായ പൈസ അവർ കണ്ടെത്തണം. അപ്പോൾ ഇത്തരത്തിൽ അധികമായി വരുന്ന ചെലവിനെ പുറത്തുനിന്നുള്ള റിസോഴ്സസ് വഴിയാണ് ഇവർ ഫിനാൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിലവ് കൂടുതലായിട്ട് വരുമ്പോൾ, വരുമാനത്തേക്കാൾ ചിലവ് കൂടുതലായിട്ട് വരുമ്പോൾ അധികം റിസോഴ്സസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് റിസോഴ്സസ് കണ്ടെത്തുക എന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, പുതിയ കറൻസി പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ കറൻസി പ്രിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കടം വാങ്ങുക. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കമ്മി ധനസഹായത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് കണ്ടെത്താറ്. ഒന്നെങ്കിൽ കറൻസി പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ കടം വാങ്ങും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അധികമായിട്ട് വരുന്ന ചെലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് ടാക്സ് നയങ്ങളൊക്കെ ബജറ്റിൽ വരുന്ന മറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോഴും ഈ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് നോക്കുക. അടുത്തെന്താണ്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഏകദേശം. സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം. ഓക്കെ, അപ്പോൾ സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ഒരു ഇത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പങ്കാളിത്തം, അല്ലേ, എല്ലാ തരത്തിലുള്ള പങ്കാളിത്തം ഈ രാഷ്ട്രീയ പാർട്ടികളിലൂടെ, ഇപ്പോൾ ഇലക്ഷനിലുള്ള നമ്മുടെ പാർട്ടിസിപ്പേഷനൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സംയോജനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ, അതായത് പല ജാതി, മതം, പല വിശ്വാസങ്ങളുള്ള ആൾക്കാരെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, സംയോജിപ്പിക്കാനൊക്കെ ആർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ രാഷ്ട്രീയ അധികാരം, ഇലക്ഷനിലൂടെ പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റിക്കലി അധികാരത്തിൽ വരുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണെന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെ ഉള്ളൂ. അടുത്ത് നോക്കിയേ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരായിരുന്നു, കോവിഡ് സമയത്തൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരായിരുന്നു, എന്താണ്, ആത്മനിർഭർ ഭാരത് എന്നല്ലേ. നമ്മൾ ഡെയിലി കേട്ടോണ്ടിരുന്നതാണ്, ന്യൂസ് പേപ്പറിലെല്ലാം ഡെയിലി കേട്ടോണ്ടിരുന്ന പേരാണ്. അതെല്ലാവരും ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുമായി പ്രായപരിധി 60 നിന്നും 50 കുറച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ജാർഖണ്ഡാണ്. ഇത് 2023 ഡിസംബറിലെ ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ 2023 ഡിസംബറിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക.
മുകളിൽ നൽകുന്ന പ്രസ്താവന ഏതാണ് ശരിയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് പറയുന്നത്. അല്ല, നമുക്കറിയാം ആരാണ്, എം എൻ റോയ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് തെറ്റാന്ന് പറയുമ്പോൾ ഇത് പോയി, ഇതും പോയി, മുകളിൽ പറഞ്ഞവയെല്ലാം ഇതും പോയി. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഉത്തരം ഏതാണ്? ബി ആണ്. വേറെ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 389 ആയിരുന്നു. അത് ശരിയാണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു അല്ല അല്ലേ. മഹാത്മാഗാന്ധിയും അതേപോലെ മുഹമ്മദ് അലി ജിന്നയൊന്നും ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നില്ല. അടുത്ത നോക്കിയേ, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നു. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതിന് വിധേയമാണ്? അതായത് അധികാരമൊക്കെ ഉണ്ട്, അവകാശമൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഇത്തരം അവകാശങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുക്രമത്തിനും അതേപോലെ തന്നെ സാൻമാർഗികതയ്ക്കും ആരോഗ്യത്തിനും വിധേയമായി ഓരോ മതവിഭാഗത്തിനും ചില മതപരമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുക്രമത്തിനും സാൻമാർഗികത അല്ലെങ്കിൽ ധാർമ്മികത അതേപോലെ ആരോഗ്യത്തിനും വിധേയമായി ഓരോ മതവിഭാഗത്തിനും ചില മതപരമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഈ മൂന്നും മുകളിൽ പറഞ്ഞവയെല്ലാം അതിനെന്താണ്? ഉത്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ 25ൻ്റെ ഉത്തരം ഡി ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗം വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാ ആർട്ടിക്കിളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കുക. അടുത്ത് നോക്കിയേ, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ 31A എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ കാര്യങ്ങൾ പറയാം. നമ്മുടെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് 31A എന്ന് പറയുന്നത് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 അതേപോലെ ആർട്ടിക്കിൾ 19 കുറച്ച് നിയമങ്ങളെക്കുറിച്ച് പറയും, കുറച്ച് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 14 ഒക്കെ കുറച്ച് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന അവകാശങ്ങളിൽ പറയുന്നതിൽ നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുന്ന 5 വിഭാഗങ്ങളിലെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ നിന്നും അസാധുവാക്കുന്ന അതാണ് ഈ പറയുന്നത് 31A. അതായത് ഈ പറയുന്ന 31ലെ ചില കാര്യങ്ങൾ 14ഉം 19ഉം ഇല്ലാതാക്കിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് 31A എന്ന്. അതായത് ഈ 14ഉം 19ഉം കോൺട്രഡിക്റ്ററി ആയിട്ട് കിടക്കുന്നതാണ് 31A എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഏകദേശം നമുക്ക് പറയാം ലാൻഡ് റിഫോംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 31A കിടക്കുന്ന പ്രധാനമായിട്ടും ലാൻഡ് റിഫോംസ്, വ്യവസായം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തല്ല, ഈ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾക്കും നൽകിയിട്ടുള്ളതല്ല എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒന്ന് കളയാൻ പറ്റും. ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞതിൽ അതും കളയാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 48 നമ്മൾ DPSP നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ത്? ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളിൽ പറയുന്നതാണ് 48A എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. 48A എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. 48A എന്തായാലും പഠിക്കണം. DPSPയിലെ എല്ലാ ആർട്ടിക്കിളും നിങ്ങൾ വിശദമായിട്ട് തന്നെ വായിച്ച് നോക്കണം. അപ്പോൾ 48 എന്താ പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണവും അഭിവൃദ്ധിപ്പെടുത്തലും വനങ്ങളുടെയും വന്യജീവികളുടെയും പരിരക്ഷയും എന്നാണ് 48A പറയുന്നത്. 48 വരുന്നത് 48A എന്ന് പറയുന്നത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇതൊരു ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. അതേപോലെ 51A എന്ന് പറയുന്നത് എന്താണ്? മൗലിക കടമകളാണ് അല്ലേ. അതും 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് മൗലിക കടമകളും നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്നുണ്ട് എന്ത്? വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമെന്നൊക്കെ നമ്മുടെ മൗലിക കടമയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നിർദ്ദേശത്തിൽ 48Aയിലും 51Aയിലും മൗലിക കടമയിൽ 51Aയിലുമാണ് എന്ത് പറയുന്നത്? ഇത്തരത്തിൽ പ്രകൃതിയൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 3ഉമാണ് നമ്മുടെ ഉത്തരം. അടുത്ത നോക്കി, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതായത് ലോകസഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ സ്പീക്കർ, അതല്ലെങ്കിൽ ഏത് സ്പീക്കർ ആവാം? നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ ആവാം. അതിനെടുത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 പേരെ ഒരേ രീതിയിലാണ് പുറത്താക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണെന്നാണ് പറയുന്നത്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ എന്താ ചെയ്ത്? ഓക്കെ, അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അത് ശരിയായിരിക്കുമോ?
സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണെന്നാണ് പറയുന്നത്, തെറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നിനെ ഒഴിവാക്കാൻ പറ്റും. ഒന്നിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പോയി, ഇതും പോയി. പിന്നെ ഈ രണ്ടും ബിയും ഡിയും മാത്രമാണ്. രണ്ടാമത്തെ വായിച്ച ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്ത അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണെന്നാണ്. അതും തെറ്റാണ്. അപ്പോൾ ഇതും ഇതുവഴി. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഇതിലില്ല. ഓക്കെ, ഇനി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ റിക്വയേഴ്സ് എ മെജോറിറ്റി, അതിൻ്റെ ഇംഗ്ലീഷ് ഭാഗത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, റിക്വയേഴ്സ് എ മെജോറിറ്റി ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഭരണഘടനയിൽ എന്താ കൊടുത്തത് വെച്ചാൽ ഓഫ് റിക്വയേഴ്സ് എ മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ്. ഈ ഒരു വാക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് എന്നാണ് ശരിക്കും വേണ്ടത്. അതായത് ഇതിൽ പറയുന്നത് ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇഫക്റ്റീവ് മെജോറിറ്റിയാണ്. അതായത് ഒരു ലോകസഭാ സ്പീക്കറെ പുറത്താക്കാനും ലോകസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ പുറത്താക്കാനും, ഇനി അതാണെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയിലെ ചെയർമാൻ ആരാണ്, വൈസ് പ്രസിഡൻ്റാണ്, വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയിലെ വൈസ് ചെയർമാനെ പുറത്താക്കാനും, ഇനി സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറെ പുറത്താക്കാനും ഒക്കെ ഇഫക്റ്റീവ് മെജോറിറ്റിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരുന്ന ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 249 കീഴിൽ പറയുന്ന പ്രത്യേക ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ആർട്ടിക്കിൾ 249 കീഴിലുള്ള പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിന് എക്സാമ്പിളായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പാർലമെൻറ്റിന് സംസ്ഥാന ലിസ്റ്റിൽ ഒരു വിഷയത്തിൽ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ രാജ്യസഭ ഈ പറയുന്ന രീതിയിൽ ഒരു ഭൂരിപക്ഷത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, സംസ്ഥാന ലിസ്റ്റിൽ ഒരു വിഷയത്തിൽ നിയമം ഉണ്ടാക്കാൻ സാധിക്കും. ആ മെജോറിറ്റിയെ കുറിച്ചാണ് ഓപ്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിവിടെ എന്തല്ല, സ്പീക്കറെ പുറത്താക്കുന്ന കാര്യത്തിൽ അത് ഇവിടെ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, മൂന്നാമത്തെ വായിച്ച പ്രമേയം നീക്കുന്നുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത് ശരിയാണ്. കാരണം 14 ദിവസത്തെ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെയോ ഒക്കെ പുറത്താക്കാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. പക്ഷേ 3 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റാണെന്ന് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത് നോക്കിയേ, 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 106ാമത്തെയാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ എന്തായിരുന്നു? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 73 74 ലോക്കൽ സെൽഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ 1/3 ഈ പറയുന്ന റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോകസഭ അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലൊന്നും ഇതേ രീതിയിൽ സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നില്ല, ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, റിസർവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ 106ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപ്രകാരം ഈ 106ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എന്തു കൊടുത്തു, സ്ത്രീകൾക്ക് 33% അല്ലെങ്കിൽ 1/3 റിസർവേഷൻ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ എന്ന് പറയുമ്പോൾ ഒരാളും കൂടെ കൂടുതലുണ്ട്. ആര്? ഡൽഹി നിയമസഭയിലും ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ലോകസഭ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ, അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയ ഡൽഹിയുടെ നിയമസഭയിലും ഈ പറയുന്ന രീതിയിൽ എന്തുണ്ട്, ഈ പറയുന്ന 3 ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, അതേപോലെ ഡൽഹിയുടെ നിയമസഭ, ഈ 3 ആൾക്കാർക്ക് മാത്രമേ ഈ 106 ഈ ഭേദഗതി ബാധകമായിട്ടുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ഭേദഗതി ചെയ്തത് ആർട്ടിക്കിൾ 239 AA എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 239 AA നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡൽഹിയുമായി ബന്ധപ്പെട്ടതാണ്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത് ഭേദഗതി വരുത്തിയത് മീൻസ് ഇത് കൂട്ടിച്ചേർക്കുന്നപ്പോഴാണ് 69ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ പറയുന്ന 239 AA എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഭരണഘടനയിൽ ചേർക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് ഈ 106 ഭേദഗതി ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഈ പറയുന്ന ഡൽഹിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതിലെ നിയമസഭയിൽ സ്ത്രീകൾക്ക് സംവരണം നൽകാൻ വേണ്ടിയിട്ട് ഈ ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത്
ആർട്ടിക്കിൾ 330A കൂട്ടിച്ചേർത്തു, ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഈ 330A എന്ന് പറയുന്നത് ലോകസഭയിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണിത്. 332A എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 ശരിയാണ്. പിന്നെ OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം കൊടുക്കണം എന്നുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും 106 അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടില്ല. OBC സ്ത്രീകൾക്ക് നിലവിൽ പ്രത്യേക സംവരണം ഇതിലൂടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ 3 ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ഉത്തരം. സി ആണ്. 28ൻ്റെ ഉത്തരം സി ആണ്. ഇനി 29 നോക്കിയാൽ താഴെ പറയുന്നതിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് എന്നാണ്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് ഏതാണ്? ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ. അതൊരു പ്രവർത്തനമാണ്. അതെ അല്ലേ? നിയുക്ത നിയമനിർമ്മാണം അല്ലേ? അതായത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതായത് ഒരു സിവിൽ സർവൻറ്റിനെ ഏൽപ്പിക്കുന്ന ജോലികൾ അയാൾ ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, നിയുക്ത നിയമനിർമ്മാണം എന്ന് പറയുന്നത്. അയാളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള നിർമ്മാണമൊക്കെ നടത്തുക. അതേപോലെ ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഏതാക്കുമ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്, കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുക, അതൊക്കെ ഉണ്ട്. ഉത്തരം ഏതാണ്? സി ആണ്. അടുത്ത് നോക്കിയേ 30. വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമായിട്ടുള്ള NEGP യുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? അപ്പോൾ NEGP എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്നാണ്. നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗവൺമെൻറ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന് പറയുന്നതാണ്. സുഗമമായിട്ട് ലഭ്യമാക്കുന്ന പരിപാടിയാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക അല്ലേ? ഗവേണൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലൂടെയും അല്ലെങ്കിൽ ആപ്പിലൂടെയൊക്കെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ശരിയായിരിക്കും. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, അതും ശരിയായിരിക്കും അല്ലേ? പണ്ട് ഓഫീസിൽ കയറി നടക്കുന്നതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്പാരൻസിയും കൂടി കാര്യക്ഷമതയൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ സൗജന്യ സേവനങ്ങളാണ് അല്ലേ? നമ്മൾ അക്ഷയ പോയാൽ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ സൗജന്യ സേവനങ്ങൾ എന്ന് പറയുന്നത് ഒരു വേഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സൗജന്യമായിട്ടൊരു സേവനം നമുക്ക് ലഭിക്കുന്നില്ല അല്ലേ? ഒരു അഫോർഡബിൾ കോസ്റ്റിലാണെന്നാണ് ശരിക്കും മനസ്സിലായത്. മിതമായ നിരക്കിലാണ് ഈ പറയുന്ന സേവനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ 3 ഒഴിവാക്കാൻ സാധിക്കും. 3 ഇവിടെ ഉണ്ട്, അത് ഒഴിവാക്കാം. ഇവിടെ 3 ഉണ്ട്. പിന്നെ വരുന്നത് എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1ഉം 2ഉം ശരിയാണെന്ന് മനസ്സിലാകുമ്പോൾ ഉത്തരം ഏതാണ്? ബി ആണ്. 36 നോക്കിയാൽ ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഇതൊക്കെ നമുക്ക് അറിയുന്ന സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്? റസൂൽ പൂക്കുട്ടിയാണ്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? അത് ഏകദേശം ഒരു 18,000 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചില ആൾക്കാരെങ്കിലും ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. ഉത്തരം വരുന്നത് 32ൻ്റെ ഉത്തരം ഡി ആണ്. അടുത്ത് നോക്കിക്കേ. അടുത്ത കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദനാണ് കാട്ടുകുതിര. G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിൽ ആമുഖം എഴുതിയത് ഗുപ്തൻ നായരാണ്. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? G അരവിന്ദനാണ്. അതുപോലെ തന്നെ 2022 ഫിഫ ലോകകപ്പിൽ അർജന്റീൻ ഫുട്ബോളിൻ്റെ ടീമിൻ്റെ പരിശീലകൻ കറണ്ട് അഫയർ തന്നെയാണ് ലയണൽ സ്കലോണി. കേരളത്തിലെ ഏത് ജില്ലയാണ്? തുഞ്ചൻ പറമ്പ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. മലപ്പുറം. 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? അപ്പോൾ ഇത്തരം ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സ്ലാം എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ 39ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കാർലോസ് അൽക്കാരസ് ആണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം എന്ന് പറയുന്നത് ഏതാണ്? അഗ്നിസാക്ഷിയാണ് വയലാർ അവാർഡ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ക്യാഷ് മെമ്മറിയാണ്. അപ്പോൾ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ മെമ്മറിയാണ്, ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റാൻഡം ആക്സസ് മെമ്മറിക്കും അതേപോലെ CPU-നും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റാമിനും CPU-നും ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ എന്താണ്? സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ
ഉപയോക്തൃനാമങ്ങൾ പാസ്വേഡുകളൊക്കെ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട ഇതിനെന്താ നമ്മൾ പറയുക എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? വെബ് ജാക്കിംഗ് എന്നാണ് അതിന് പറയുക. വെബ് ജാക്കിംഗ്. അടുത്ത സ്വതന്ത്രമായ ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾക്കറിയാം, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. അടുത്തത് ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളാണ് നിങ്ങൾക്കറിയുന്നതാണ് ഗൂഗിളാണ്. അടുത്ത താഴെ പറയുന്നതിൽ പൊരുത്തപ്പെടുത്തുക. മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഹബ്ബ് എന്താണെന്ന് നിങ്ങൾക്കറിയണം. ഹബ്ബ് എന്താണ്? ഹബ്ബ് എന്ന് പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹബ്ബിൻ്റെ കൂടെ കേട്ട പേരായിരിക്കും സ്വിച്ച് എന്ന് പറയുന്നത്. ഹബ്ബ് സ്വിച്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. അപ്പോൾ ഹബ്ബ് സ്വിച്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളെ നിരവധി കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിക്കേ, നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം ഏതായിരിക്കും? ഡി ആയിരിക്കും വരുന്നത്. അപ്പോൾ 1 ഡി വരുന്ന ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ബി ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കിക്കേ, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഹബ്ബിൻ്റെ മറ്റൊരു പേരാണ് കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. കോൺസെൻട്രേറ്റർ എന്നും ഹബ്ബ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹബ്ബിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ ട്രാഫിക്, നെറ്റ്വർക്കിൻ്റെ ട്രാഫിക് കൂടുക. അപ്പോൾ ഹബ്ബിൽ നമ്മളൊരു കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? നെറ്റ്വർക്കുകളിലെ ട്രാഫിക് കൂടുകയാണ്. നമ്മുടെ നോൺ ആസ് കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഹബ്ബ് ഉപയോഗിക്കുന്ന സമയത്ത് നെറ്റ്വർക്കിലെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ സ്വിച്ച് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്നറിയപ്പെടുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതാണ്? റിപ്പീറ്റർ എന്ന് നോക്കി. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡിവൈസ് തന്നെയാണ്. ഒരു നെറ്റ്വർക്ക് ഡിവൈസ് തന്നെയാണ് റിപ്പീറ്റർ. പക്ഷേ സിഗ്നലിനെ റിസീവ് ചെയ്ത് സിഗ്നലിനെ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. സിഗ്നലിനെ റിസീവ് ചെയ്തതിന് ശേഷം അതിനെ ഹൈ പവർ ആംപ്ലിഫൈ ചെയ്യും, അതായത് ഹൈ പവർ ആക്കിയിട്ട് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിഗ്നലിനെ റിസീവ് ചെയ്യും, അതിനെ ഹൈ പവർ ആക്കും, എന്നിട്ട് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് റിപ്പീറ്ററിൻ്റെ ജോലി എന്ന് പറയാം. അങ്ങനെ ഒരു സാധനം ഉണ്ടോ നോക്കിയേ. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 ഏതാണ്? 3 എന്ന് പറയുന്നത് റിപ്പീറ്ററാണ്. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നൽ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും റിപ്പീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 3 നോക്കിക്കേ, 3 ബി വരുന്ന ഓപ്ഷൻ എവിടെയാണ്? ഇവിടെ 3 ബി വരുന്നുണ്ട്, ഇവിടെ 3 ബി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിയും ഒഴിവാക്കാൻ സാധിക്കും. ഇനി അടുത്ത 2 സാധനങ്ങൾ റൂട്ടറും ഗേറ്റ്വേ ആണ്. റൂട്ടറും ഗേറ്റ്വേ എന്ന് പറയുന്നത് രണ്ടും എന്താണ്? നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് റൂട്ടർ ആൻഡ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഹബ്ബും സ്വിച്ചും കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ റൂട്ടറും ഗേറ്റ്വേ എന്ത് ചെയ്യാണ്? നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് ഏത്? റൂട്ടറും ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റൂട്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പ്രോട്ടോക്കോളുകളുള്ള 2ഓ അതിലധികമോ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ്. അപ്പോൾ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇതെന്ന് പറയുന്ന റൂട്ടർ. ഒരേ പ്രോട്ടോക്കോളുള്ള 2ഓ അതിലധികമോ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്ന ആളാണ് റൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുണ്ട്. അപ്പോൾ വ്യത്യസ്ത പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് റൂട്ടർ ഞാൻ പറഞ്ഞു സെയിം പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഗേറ്റ്വേ ആയിരിക്കും വ്യത്യസ്ത പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ 2ൻ്റെ ഉത്തരം ഏത് വരണം? 2 നമുക്ക് ഏത് പിടിക്കാം? സി പിടിക്കാം. 2 സി വരുന്ന ഏതാണ്? 2 സി വരുന്ന ഇതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഡി ആണ്. ഓക്കെ, അപ്പോൾ റൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? സെയിം പ്രോട്ടോക്കോൾസ് ഉള്ള 2ഓ അതിലധികമോ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഗേറ്റ്വേ എന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ കൺവേർട്ടർ എന്നറിയപ്പെടുന്ന സാധനമാണ് ഗേറ്റ്വേൻ്റെ മറ്റൊരു പേരാണ് പ്രോട്ടോക്കോൾ കൺവേർട്ടർ, അല്ലെങ്കിൽ എന്ന് പറയാം പ്രോക്സി സെർവർ എന്നൊക്കെ പറയുന്നതാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഗേറ്റ്വേൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യണം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഓക്കെ, ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുള്ള കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയാൽ താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. സംഭാവന എങ്ങനെയാണ്? കുറയുന്ന ക്രമത്തിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 46ൻ്റെ ഉത്തരം വരുന്നത് ഇവിടെ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സൗരോർജ്ജത്തിനാണ്, പിന്നെ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം സോളാർ വരും, ശരിക്ക് അത് കഴിഞ്ഞാൽ ലാർജ് ഹൈഡ്രോ, വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ലാർജ് ഹൈഡ്രോ വരും, ഹൈഡ്രോ പവർ പ്ലാന്റ്. പിന്നെ വിൻഡ് വരും,
പിന്നെ ബയോമാസ് വരും, അതായത് ഈ രീതിയിൽ ബയോമാസ് വരും. പിന്നീട് വരുന്നത് ന്യൂക്ലിയർ ആണ്, പിന്നെ വരുന്നത് സ്മോൾ ഹൈഡ്രോ ആണ്. ശരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. റിന്യൂവബിളിൻ്റെ ശരിക്കും ഓർഡർ ഏറ്റവും കൂടുതൽ സോളാർ, പിന്നെ ലാർജ് ഹൈഡ്രോ, വിൻഡ്, ബയോമാസ്, ന്യൂക്ലിയർ, സ്മോൾ ഹൈഡ്രോ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. അതിൽ നിന്ന് ഇവിടെ ചോദിച്ചുള്ളത് സോളാർ ചോദിച്ചു, വിൻഡ് ചോദിച്ചു, ബയോമാസും ചോദിച്ചു. ഓക്കെ, ഇത് മൂന്നെണ്ണം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എക്സ്പോസാറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2024 ജനുവരി 1-നാണ് 2024 ജനുവരി 1-നാണ് ഈ പറയുന്ന എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. PSLV C58-ലാണ്. PSLV C58-ലാണ് വിക്ഷേപിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു സാറ്റലൈറ്റ് ആയിരുന്നു VSAT എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും VSAT. തിരുവനന്തപുരത്തെ LBS കോളേജിലെ പെൺകുട്ടികളാണെന്ന് വിക്ഷേപിച്ചതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെയാണ്. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഹൈസിസ് ഇന്ത്യയുടെ തന്നെയാണ്. അത് ഏകദേശം 2018-ലാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ്. എസ്ട്രോസ് എന്ന് പറയുന്നത് രോഹിണി സീരീസിലുള്ള സാറ്റലൈറ്റാണ്. രോഹിണി സീരീസിലുള്ള സാറ്റലൈറ്റുകളാണ് ഇതെന്ന് പറയുന്നത്. വളരെ പഴയതാണ്. ഓക്കെ, അപ്പോൾ ഇതും ഇന്ത്യയുടെ തന്നെയാണ്. അപ്പോൾ അല്ലാത്തത് B ആണ് ഉത്തരം. ഇത് നാസയുടെയും അതേപോലെ തന്നെ ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയുടെയാണ് ഈ പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയാൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളാണ്. അപ്പോൾ എന്താ പറയുന്നത്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ജൈവ വൈവിധ്യം. 1992-ലെ റിയോ എർത്ത് സമ്മിറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് ഈ പറയുന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും, ഇതിൽ ഒപ്പിട്ട എല്ലാ രാജ്യങ്ങൾക്കും ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ശരിയാണെന്ന് തോന്നും. ശരിയായതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം, C നമുക്ക് ഒഴിവാക്കാം. പിന്നെ രണ്ടാമത് ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പാക്കുന്നത്. ഓരോ രാജ്യങ്ങളും നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ രീതിയിൽ നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. അപ്പോൾ രണ്ടും ശരിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതും വരും. ഇവിടെ രണ്ടില്ല, അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണെന്നാണ്. ഇത് ചിലപ്പോൾ ഒരാൾക്ക് സംശയം വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കിയാൽ ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നും. അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തെറ്റിച്ച് തരിക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഇത്രയും വരുന്ന സെൻറ്റൻസുകളൊക്കെ ഏകദേശം ഒന്ന് ശരിയാവാനാണ് കൂടുതൽ ചാൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിലൊന്ന് ഗസ് ചെയ്യാം. അപ്പോൾ 4 വരാം എന്നുള്ളൊരു ഗസ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് 2 ഓപ്ഷനും കിട്ടിയില്ല. ഇതിൽ 2-ലും 4 ഉണ്ട്. പിന്നെ ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്ന പ്രധാന ഉപകരണങ്ങളാണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തെറ്റിച്ച് തരിക എന്ന് പറയുന്നത് അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് അതും എന്ത് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് 48 D എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് D ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. അടുത്ത സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ്. അപ്പോൾ ആദ്യത്തെ L1 ഒക്കെ കേട്ടപ്പോൾ വന്ന ഒരു സംഭവമായിരുന്നു ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. എന്നാണ് ഭൂമിയിൽ നിന്നുള്ള ദൂരമാണ്, സൂര്യനിൽ നിന്നല്ല ഭൂമിയിൽ നിന്നുള്ള 1.5 ദശലക്ഷം കിലോമീറ്ററിനെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ലഗ്രാഞ്ച് 1 എന്ന് പറയുന്നത്. അടുത്ത താഴെ പറയുന്നത് ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതിൻ്റെ കാർഡൊക്കെ കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതും ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് GK പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയുള്ളത് ഇംഗ്ലീഷും മലയാളവും മാത്സും ആണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇംഗ്ലീഷും മലയാളം മാത്സൊക്കെ ഒരു വിധത്തിൽ എല്ലാവരും പഠിച്ചിട്ട് പോയതാണ്. മലയാളം സിമ്പിളായിരുന്നു, ഇംഗ്ലീഷും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്സ് പിന്നെ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് GK പോർഷനാണ് എല്ലാവർക്കും കൂടുതൽ ടഫായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ തന്നത്.
ഓക്കെ. അപ്പോൾ സമയത്തിൻ്റെ കുറവ് കാരണം എനിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷും മലയാളം മാത്സും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ GK പാർട്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതുന്ന ആൾക്കാർ ആദ്യം ഇംഗ്ലീഷ് മലയാളം മാത്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് കൂടുതൽ മാർക്ക് മേടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരീക്ഷ ജയിക്കുക എന്നുള്ള സംഭവം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പിന്നീടാണ് നിങ്ങൾ GK പാർട്ടിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ച് ഒരുപാട് സമയം പോകും. പിന്നീട് തിരിച്ച് മാത്സിലേക്ക് വരുമ്പോൾ നമുക്ക് തീരെ സമയം കിട്ടില്ല. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് മാക്സിമം ഇംഗ്ലീഷ് മലയാളം മാത്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി മാത്സ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒരുപാട് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കി 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ PDF ആയിട്ട് ടെലിഗ്രാം ചാനലിൽ ഇടാം. ഓക്കെ. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. മാക്സിമം മാത്സൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.